പ്രകൃതി പോലും ശൈവ പഞ്ചാക്ഷരി ജപസാരസാഗരം മുറതെറ്റാതെ ജപിക്കുന്ന ഈ പുണ്യഭൂമിക്ക് കൊട്ടിയൂർ എന്ന് പേർ. സൃഷ്ടികാരകനായ നാൻമുഖനും സ്ഥിതികാരകനായ ശ്രീ മഹാവിഷ്ണുവും കൈലാസ ഹിമശൈല ശൃംഗനിവാസിയായ ശ്രീ മഹാദേവനും കൂടിച്ചേർന്ന ഈ ദിവ്യസ്ഥലിക്ക് കൂടിയൂർ എന്നായിരുന്നു അത്രേ ഭൂതകാല നാമധേയം. ഈ ആരണ്യാന്തര ക്ഷേത്രമില്ലാ മഹാക്ഷേത്രത്തിലെ ശ്രീപരമേശ്വരന്റെ ജടയിൽ നിന്നൊഴുകുന്ന ദേവദുന്ദുഭി നിസ്വനിയും സാഗരഗാമിനിയുമായ ഗംഗാനദി പോലെ വിശുദ്ധമായി ഭക്തഹൃദന്തം നിറഞ്ഞൊഴുകുന്ന ബാവലി എന്ന വാഗ്മയി. ഈ പുണ്യനദിയുടെ തീരത്താണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര സങ്കേതം. മാമലകൾ നാലമ്പലം തീർക്കുന്ന ഈ പുണ്യാരണ്യ ഗർഭഗൃഹത്തിൽ സകല ചൈതന്യത്തോടും സ്വയംഭൂവായി വിരാജിക്കുന്ന തുംഗജടാധരനും പിനാകപാണിയുമായ ശ്രീ പരമേശ്വര കൃപ തേടി ഭാഗീരഥി നദി പോലെ ഭക്തജനാരുവി ഒഴുകിയെത്തുന്നു. ആധുനികതയുടെയും യന്ത്രവൽക്കരണത്തിന്റെയും ശബ്ദമുഖരിതമായ തിരക്കുകളിൽ നിന്നും സൗമ്യമായി അകന്നുമാറി എന്നാൽ ആത്മീയ പ്രൌഢിയുടെ ഔന്നത്യം സൂക്ഷിക്കുന്ന തൃച്ചറുമന്ന എന്ന കൊട്ടിയൂരിന് ത്രിശിരസാചലം എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. മഹാമനീഷികളായ ഋഷീശ്വരന്മാരുടെ തപകാലഘട്ടം വരെ വേരാഴ്ത്തിയിരിക്കുന്നു ആത്മാവിൽ ശൈവ പ്രൌഢി കാത്തുവയ്ക്കുന്ന ഈ ദിവ്യദേശം. ത്രിശിരസ് എന്ന താപസ ശ്രേഷ്ഠൻ തന്റെ ഏകാന്ത തപസ്സിന് തിരഞ്ഞെടുത്ത ഇടം കൂടിയാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സഹ്യപർവ്വതാദികളുടെ മധ്യേ ഒരുപാട് നിഗൂഢതകൾ നെഞ്ചേറ്റുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. വാസ്തുശില്പ ഭംഗികളുടെ ധാരാളിത്തവും ജാമിതീയ കണക്കുകളുടെ സൂക്ഷ്മതയും ധ്വജസ്തംഭത്തിന്റെ സ്വർണപ്രഭ നൽകുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാന്തിയും ചുമർ ചിത്രങ്ങളുടെ വശ്യതയുമൊക്കെയാണ് മറ്റേത് മഹാക്ഷേത്രത്തിലേതുമെന്നതുപോലെ ഇവിടെയും പ്രതീക്ഷിച്ചാൽ തെറ്റി. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന ശ്രീകോവിലും കാട്ടുവള്ളികളും പനയോലകളും കൊണ്ട് തീർത്ത പർണാശ്രമ രൂപത്തിലുള്ള കയ്യാലകളും മാത്രമാണ് ഇവിടെയുള്ളത്. ഇവിടെ ശിവശക്തി പ്രകൃതിയോട് ഇഴുകിച്ചേരുന്ന പുരുഷനാണ്. ശക്തിയും ശിവനും തങ്ങളുടെ ലാസ്യ താണ്ഡവങ്ങളെ അതിന്റെ എല്ലാ ഭാവങ്ങളോടും കൂടി ഇവിടെ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. സഹ്യോദ്ഭവിയായ വാവലിപ്പുഴയിൽ നിന്നൊഴുകിയെത്തുന്ന തിരുവഞ്ചിറ എന്ന ജലസ്രോതസ്സിന് മധ്യത്തിലാണ് ലാളിത്യത്തിന്റെ ആകാശ ഔന്നത്യം പുലർത്തുന്ന ശിവശക്തി ആരാധനാ കേന്ദ്രങ്ങൾ. കൈലാസാദ്രി നിലയ നിവാസിയായ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന ശിവലിംഗം മണിത്തറ എന്നറിയപ്പെടുന്ന ഇവിടെയാണ്. ഇത് അമ്മാറക്കല്ല്. അമ്മ മറഞ്ഞ കല്ലാണ് അമ്മാറക്കല്ലായി മാറിയത്. ദക്ഷപത്രിയും പിന്നീട് ശ്രീപരമേശ്വരന്റെ സർവവുമായി മാറിയ സതീദേവി ആത്മത്യാഗം ചെയ്തത് ഇവിടെയാണ്. കൊട്ടിയൂർ ദക്ഷയാഗ ഭൂമിയാണ്. പാതിയിൽ മുടങ്ങിപ്പോവുകയും പിന്നീട് സകല ദേവതകളുടെയും നിരന്തര പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം പുനരാരംഭിച്ച് മംഗളകരമായി ശുഭ പര്യവസായിയാവുകയും ചെയ്ത ബൃഹസ്പതി സവം എന്ന പേരോടുകൂടിയ ദക്ഷ മഹായാഗം നടന്നതും മുടങ്ങിയതും ഈ ഭൂവിലാണെന്നാണ് വിശ്വാസം. ബ്രഹ്മദേവപുത്രനായ ദക്ഷപ്രജാപതിക്ക് ശ്രീ മഹാദേവി തന്റെ മകളായി പിറക്കണമെന്ന് അതിമോഹമെന്ന് പേരിട്ട് വിളിക്കാവുന്ന ഒരു മോഹമുദിച്ചു. ഭക്താഭീഷ്ടം എന്നും സാധിച്ചു കൊടുക്കാറുള്ള ജഗത്കാരിണിയും പ്രേമരൂപയുമായ സാക്ഷാൽ ദേവി ദക്ഷപുത്രിയായി പിറവികൊള്ളുകയും ചെയ്തു. സതി എന്ന പേരോടെ വളർന്നു വന്ന ദേവി ചൈതന്യം നിറഞ്ഞ പെൺകുഞ്ഞ് യൗവനയുക്തയായപ്പോൾ അവളുടെ മനസ്സിലെ ഭർത്തൃരൂപത്തിന് ശിവഭാവം കൈവന്നു. സാമദാന ഭേദദണ്ഡങ്ങൾക്കൊന്നും മാറ്റാവുന്നതായിരുന്നില്ല സതിക്ക് ശങ്കരനിലുള്ള അചഞ്ചല പ്രണയം. ഒടുവിൽ സതിയുടെ സ്വയംവരത്തിന് കാലമായി. ദക്ഷപുത്രി സ്വയംവര വാർത്തയുമായി
വിളംബരവും കുറിയോലകളും പലയിടങ്ങളിലും എത്തിയെങ്കിലും സ്വയംവര ക്ഷണത്തിൽ നിന്നും ദക്ഷൻ ശ്രീപരമേശ്വരനെ ഒഴിച്ചു നിർത്തി. എന്നാൽ ശിവനിലൂന്നിയ സതീപ്രണയം ഇല്ലാതാക്കാൻ ഈ ദുഷ്ചെയ്തികൾ മതിയായിരുന്നില്ല. സ്വയംവര സമയത്ത് അഷ്ടമീ ചന്ദ്ര വിഭ്രാജദളിയ സ്ഥലശോഭിതയും സർവാംഗസുന്ദരിയുമായ സതിയുടെ ഭർത്തൃപദവി കിനാക്കണ്ടിരുന്ന പുരുഷ കേസരികളുടെയും അധികാര പ്രമത്തതയാൽ സർവം മറന്ന ദക്ഷനും മുന്നിൽ വെച്ച് സതി ശിവപ്രതിമയിൽ വരണമാല്യം ചാർത്തി. ഉടനെ തന്നെ ശ്രീ മഹാദേവൻ അവിടെ പ്രത്യക്ഷനായി സതിയെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇച്ഛാഭംഗവും അപമാനവും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സതി ശിവപരിണയം ദക്ഷന് സമ്മാനിച്ചത്. ജഗത്കാരകനും ദേവദേവനും സകല ദേവ മുനിവൃന്ദ പൂജിതനുമായ ത്രിനേത്രിയെ അപമാനിക്കുകയെന്ന ഉദ്ദേശത്തോടെ ദക്ഷൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു. ഭൃഗുമുനിയാണ് ഈ കുടില ചിന്തയ്ക്ക് ദക്ഷ മനസ്സിൽ വഴിമരുന്നിട്ടത്. ദക്ഷൻ ബൃഹസ്പതി സവം എന്ന ബൃഹത് യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സകല ദേവന്മാരെയും മുനിമാരെയും ദക്ഷൻ നേരിട്ട് തന്നെ ക്ഷണിച്ചു. എന്നാൽ ശിവസതിമാരെ ദക്ഷൻ അവജ്ഞാപൂർവം അവഗണിച്ചു. ശിവസാന്നിധ്യമില്ലാതെ യാഗം നടത്തുന്നത് ഒരുപക്ഷെ സർവ്വലോകനാശത്തിന് ഇടയാകുമെന്ന് ബ്രഹ്മ വിഷ്ണുമാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ദക്ഷൻ അത് ചെവിക്കൊണ്ടില്ല. അരണി കടഞ്ഞ് അഗ്നി ജ്വലിപ്പിച്ച് യാഗം തുടങ്ങി. ദക്ഷയാഗം ഒരു മഹോത്സവമായി എല്ലാവരും കൊണ്ടാടുമ്പോൾ ആ യാഗത്തിന് പോകാനാവാത്തതിൽ മിഴി നനഞ്ഞ് കൈലാസത്തിൽ സതി ഖിന്നയായിരുന്നു. പിന്നീട് എപ്പോഴോ ശിവനെ നിർബന്ധപൂർവം പറഞ്ഞ് സമ്മതിപ്പിച്ച് സതീദേവി യാഗഭൂമിയിലേക്ക് പുറപ്പെട്ടു. യാഗശാലയിലെത്തിയ സതിയെ ചുടലവാസിയുടെ ഭാര്യ എന്ന് വിളിച്ച് അപമാനിച്ചു ദക്ഷൻ. അഹങ്കാരത്തിന്റെ ഉരകലിൽ തേച്ച് മൂർച്ച കൂട്ടിയ ദക്ഷവചനങ്ങൾ പതിയെ ഈശ്വരനായി കാണുന്ന ഒരു പതിവ്രതയ്ക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഒടുവിൽ ദേവി യാഗാഗ്നിയിൽ ജീവൻ ത്യജിച്ചു. സതീ വിയോഗമറിഞ്ഞ് ശിവൻ താണ്ഡവം തുടങ്ങി. കരൾ പാതി നഷ്ടമായ ഭഗവാന്റെ രൗദ്ര താണ്ഡവ താടനമേറ്റ് ഹിമശിഖരങ്ങൾ നടുങ്ങി. താണ്ഡവ നൃത്ത ചുവടുകളുടെ താളപ്പെരുക്കങ്ങൾ മൂർധന്യത്തിലെത്തവേ ശിവഭഗവാന്റെ ജടയിൽ നിന്നും വീരഭദ്രൻ പിറവികൊണ്ടു. സകല ലോകങ്ങളും നടുങ്ങുന്ന അട്ടഹാസത്തോടെ ദക്ഷയാഗഭൂവിലേക്ക് ശിവഭൂതഗണ സമേതനായി ചെന്ന വീരഭദ്രനും സംഘവും യാഗം അലങ്കോലമാക്കി. തുടർന്ന് ദക്ഷൻ വീരഭദ്ര ഹസ്തങ്ങളാൽ വധിക്കപ്പെട്ടു. ബൃഹസ്പതി സവം എന്ന മഹായാഗം മുടങ്ങി. യാഗപൂർത്തി വരുത്താത്തത് വൻ നാശങ്ങൾക്ക് കാരണമായി. തുടർന്ന് സകല ദേവകളും ശിവസവിധത്തിലെത്തി യാഗപൂർത്തീകരണത്തിന് സഹായം അഭ്യർത്ഥിച്ചു. ഒടുവിൽ ശിവസമ്മതപ്രകാരം ഛേദിക്കപ്പെട്ട ശിരസിന് പകരം ഒരാടിന്റെ ശിരസുമായി ദക്ഷൻ യജമാന സ്ഥാനത്തിരുന്ന് യാഗം പൂർത്തീകരിച്ചു. അജമുഖ ദക്ഷന്റെ മഹായാഗ പൂർത്തീകരണത്തിന് ശേഷം സതീ സാന്നിധ്യമുള്ള ഈ മണ്ണിൽ പ്രണയത്തിന്റെ പരമകാഷ്ഠയിൽ ശങ്കരൻ സ്വയംഭൂവായി കുടികൊണ്ടു. പിന്നെ എപ്പോഴോ യജ്ഞയാഗാദികൾ പരമപ്രധാനമായ കൃതയുഗം അവസാനിച്ച് തവ പ്രാധാന്യമുള്ള ത്രേതം എന്ന യുഗം പിറന്നു. ത്രേതായുഗത്തിൽ ഇവിടെ എത്തിയ ജമദഗ്നിപുത്രനായ പരശുരാമൻ ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം തന്റെ ജ്ഞാന നേത്രങ്ങൾ കൊണ്ട് കണ്ടറിഞ്ഞ് ഇവിടെ യാഗോത്സവം ആരംഭിക്കാൻ മുനിജനങ്ങളോട് നിർദ്ദേശിച്ചു. കാലചക്രം വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്നു. പ്രകൃതി വീണ്ടും ഈ പുണ്യസ്ഥലിയെ കാട്ടുപുല്ലുകൾ കൊണ്ട് മൂടി. അങ്ങനെയിരിക്കെ ഈ പരിസരത്ത് നായാട്ടിനെത്തിയ ഒരു കുറിച്ച യുവാവ് തന്റെ അസ്ത്രത്തിന് മൂർച്ച കൂട്ടാൻ അടുത്തുകണ്ട വനശിലയിൽ അമ്പുരച്ചു. പക്ഷേ ആ കാനന ശിലാഖണ്ഡം രക്തം ചുരത്താൻ തുടങ്ങി. അതുകണ്ട് ഭയന്നോടിയ യുവാവ് തൊട്ടടുത്ത ഇല്ലത്ത് താമസിച്ചിരുന്ന പടിഞ്ഞാറ്റ നമ്പൂതിരിയോടും മണത്തണയിലെ നായർ പ്രമാണിമാരോടും വിവരം പറയുകയും ചെയ്തു. വിപ്രശ്രേഷ്ഠനായ പടിഞ്ഞാറ്റ നമ്പൂതിരി ശിലയിലെ ജഗത്കാരക ലിംഗ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് രുതിരധാര നിർത്താനായി കൂവയിലയിൽ ശേഖരിച്ച ജലം കൊണ്ട് അഭിഷേകം നടത്തി. ജലം, നെയ്യ് മുതലായവ കൊണ്ട് അഭിഷേകം നടത്തിയിട്ടും പൂർണ്ണമായി ശമിക്കാത്ത നിണധാര ശമിച്ചത്
ഇളനീർ ജലം അഭിഷേകം ചെയ്തപ്പോഴാണ്. പിന്നീട് ഇളനീർ അഭിഷേകത്തിൽ തൃപ്തനും പ്രീതനുമായ ശങ്കരലിംഗം നിൽക്കുന്ന കൊട്ടിയൂരിൽ ജ്യോതിഷ വിധിപ്രകാരം പഴയ യാഗത്തിന്റെ ഓർമ്മ ജ്വലിക്കുന്ന യാഗോത്സവത്തിന് തുടക്കമായി. വിഷുപക്ഷികൾ പഞ്ചമശ്രുതിയിൽ പഞ്ചാക്ഷരി ജപിക്കുന്ന മേടമാസത്തിലെ വിശാഖം നാളിലെ പ്രക്കുഴം എന്ന ചടങ്ങാണ് വൈശാഖ മഹോത്സവത്തിന് നാന്ദി കുറിക്കുന്നത്. പുറക്കുഴമെന്നും ഗ്രാമ്യഭാഷയുടെ വിശുദ്ധിയിൽ പ്രാക്കുഴം അറിയപ്പെടാറുണ്ട്. പ്രക്കുഴം ദിനം ക്ഷേത്ര അടിയന്തിരക്കാരുടെ കഠിന വ്രതസാധന ദിനാരംഭം കൂടിയാണ്. ഇക്കരെ കൊട്ടിയൂർ സന്നിധാനത്തിൽ നടക്കുന്ന പ്രക്കുഴത്തോടനുബന്ധിച്ചാണ് 28 ദിനരാത്രങ്ങളിൽ അവിരാമം നീളുന്ന ഗൂഢ ഗോപ്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെയും പൂജകളുടെയും നക്ഷത്ര സമയദിന തിഥിക്രമങ്ങൾ ജ്യോതിഷ വിധിപ്രകാരം തീരുമാനിക്കുന്നത്. വൈശാഖോത്സവ ചടങ്ങുകളുടെ സമയനിർണയം അടിയന്തര യോഗത്തിൽ പൂർത്തിയായതിനു ശേഷം നടക്കുക തണ്ണീർകുടി എന്ന ചടങ്ങാണ്. പിന്നീടാണ് നെല്ലളവ് എന്ന ചടങ്ങ് നടക്കുക. ഉത്സവ ആഘോഷത്തിനുള്ള ധാന്യങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുന്ന ചടങ്ങാണിത്. അന്ന് അർദ്ധരാത്രിയോടെയാണ് ആയില്യാർകാവ് എന്ന ഗൂഢവനസ്ഥലിയിൽ അപ്പട നിവേദ്യം നടക്കുക. സതീദേവിക്ക് അകമ്പടി സേവിച്ച 1000 വില്ലുകാർ നിന്ന സ്ഥലമാണ് ആയില്യാർകാവ്. സാധാരണക്കാർക്ക് പ്രവേശനമോ ദർശനമോ അനുവദനീയമല്ലാത്ത ഗൂഢ ഗോപ്യ പൂജകൾക്ക് ശേഷം മഞ്ഞളും പച്ചരിയും കനലിൽ ചുട്ടെടുത്ത അപ്പട എന്ന നിവേദ്യം സ്ഥാനികർക്ക് ലഭിക്കും. വിശാഖം നാളിലെ പ്രക്കുഴത്തിനു ശേഷം മകം നാളിലാണ് നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങ് നടക്കുക. ശിവലിംഗ ചൈതന്യമുള്ള വനശിലയെ അഭിഷേകം ചെയ്യാനായി പടിഞ്ഞാറ്റ നമ്പൂതിരി കൂവയിലയിൽ ജലം ശേഖരിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണിത്. പ്രകൃതിയുടെ അഭിഷേക അർച്ചനകൾ മാത്രം സ്വീകരിച്ച് മനുഷ്യപാദ ചലനസ്വനങ്ങൾ പോലും കേൾക്കാതെ ദേവീ ദേവന്മാർ ഏകാന്തമായി 11 മാസം വസിച്ചിരുന്ന അക്കരെ കൊട്ടിയൂരെന്ന ദക്ഷയാഗ ഭൂവിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്നത് നീരെഴുന്നള്ളത്ത് നടക്കുന്ന മകം നാളിലാണ്. സ്ഥാനികർ മാത്രമേ അന്ന് അക്കര സന്നിധാനത്തിൽ പ്രവേശിക്കാറുള്ളൂ. തിരുവഞ്ചിറയിലെ ജലം കൂവയിലയിൽ ശേഖരിച്ച് മണിത്തറയിലെ സ്വയംഭൂ സ്ഥാനത്ത് ആചാരപൂർവ്വം പടിഞ്ഞിറ്റ നമ്പൂതിരി അഭിഷേകം ചെയ്യും. നമഃ ശംഭവേ ച അഗ്നിഹോത്രാത്മനെ അംഗുഷ്ഠാഭ്യാം നമഃ. പിന്നീട് അഷ്ടബന്ധവും തിടപ്പള്ളിയിലെ ചാരവും ഭഗവത് പ്രസാദമായി കൈയേറ്റ് അവർ മടങ്ങും. അതിനുശേഷം വൈശാഖോത്സവത്തിന് അക്കരെ കൊട്ടിയൂർ സന്നിധാനം സുസജ്ജമാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അമ്മാറക്കല്ലും മണിത്തറയും കാട്ടുപുല്ലുകളുടെ പുതപ്പിൽ നിന്നും മോചിതരാവുന്നതും കയ്യാലകൾ പുനർനിർമ്മിക്കപ്പെടുന്നതും അന്നു മുതലാണ്. പിന്നീടാണ് സ്വയംഭൂശിലയിൽ അഭിഷേകം ചെയ്യേണ്ട നറുനെയ്യ് എഴുന്നള്ളിക്കുക. ഇരുവനാട് വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും കുറ്റ്യാട്ടൂർ തമ്മേങ്ങാടൻ വലിയ നമ്പ്യാരുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ആചാരപൂർവ്വം നെയ്യെഴുന്നള്ളിക്കുക. ചോതിനാളിലാണ് നെയ്യാട്ടമെന്ന പുണ്യമായ ചടങ്ങ്. എന്നാൽ ചിത്തിരനാളോടുകൂടി തന്നെ അഭിഷേകത്തിനുള്ള നെയ്യ് സ്ഥാനീകർ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചെത്തിക്കും. പിന്നീട് നെയ്യാട്ട ദിവസം മുഖ്യസ്ഥാനികർ കലശപാത്രങ്ങളും അതിനു പിന്നിൽ മറ്റവകാശികൾ നെയ്ക്കിണ്ടികളുമേന്തി ചൂരൽ മുദ്ര ധരിച്ച് പെരുമാളിന്റെ സവിധത്തിലേക്ക് പ്രണവം മുഴക്കി അന്യരുടെ സ്പർശനം കൊണ്ടുപോലും അശുദ്ധമാകാതെ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കാതെ കലശപാത്രങ്ങളും നെയ്ക്കിണ്ടികളും ശിരസിൽ തന്നെ വഹിച്ച് യാത്രയാവും. മധ്യാഹ്നത്തോടെ കൊട്ടിയൂരിലെത്തുന്ന സംഘം ബാവലി കടന്ന് എന്നാൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാതെ നെയ്ക്കിണ്ടികളും കലശപാത്രങ്ങളും കാട്ടുകല്ലുകളും ഇലകളും കൊണ്ട് തീർത്ത സംരക്ഷണ കവചങ്ങൾക്കുള്ളിൽ സുരക്ഷിതമാക്കി വെച്ച് വ്രതനിഷ്ഠയോടെ ശങ്കരസുന്ദര രൂപം മാത്രം മനസ്സിൽ നനച്ച് തങ്ങളുടെ പുണ്യനിയോഗ മുഹൂർത്തത്തിനായി ഇക്കരെ കൊട്ടിയൂരിൽ കാത്തുനിൽക്കും. അതിനു മുമ്പ് മറ്റൊരു അഭൗമമായ ചടങ്ങ് നടക്കാനുണ്ട്. അത് മുതലേരി വാൾവരവാണ്. വ്രതകാഠിന്യത്തിന്റെ ശുദ്ധത കൊണ്ട് ലഭിക്കുന്ന ഈശ്വര കൃപ കൊണ്ട് മാത്രം
ഒരു കേവല മനുഷ്യന് ചെയ്യാനാവുന്ന മുതിലേരി വാൾ എഴുന്നള്ളത്ത് വരെ നെയ്യമൃതുകാരുടെ ആ കാത്തിരിപ്പ് നീളും. വയനാട് ജില്ലയിലെ മുതിലേരി കാവാണിത്. ഇവിടെയാണ് ചൈതന്യവത്തായ മുതിലേരി വാൾ സൂക്ഷിച്ചിരിക്കുന്നത്. ദക്ഷനിഗ്രഹത്തിന് ശേഷം വീരഭദ്രൻ വലിച്ചെറിഞ്ഞ വാൾ ചെന്ന് വീണത് ഇവിടെയായിരുന്നു അത്രേ. വ്രതനിഷ്ഠയുടെ പൂർണ്ണതയിൽ ഏകനായി ഒരാളാണ് ദുർഘടമായി കാനനവീഥികളിലൂടെ മുതലേരി വാൾ പെരുമാളിന്റെ പുണ്യസവിധത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നഃ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. 35 കിലോമീറ്ററോളം ഈ ദിവ്യ ആയുധവുമായി ഏകനായി സഞ്ചരിക്കുവാൻ മുതലേരിക്കാവിലെ പരാശക്തി സേവകന് സാധിക്കുന്നത് ആദിപരാശക്തിയുടെ അളവില്ലാത്ത അനുഗ്രഹവർഷം ഒന്നുകൊണ്ട് മാത്രമാണ്. സന്ധ്യയോടെ ഇക്കരെ എത്തുന്ന ദിവ്യഖഡ്ഗത്തെ ഒന്ന് കണ്ട് തൊഴുതു നമസ്കരിക്കുന്നത് ഭക്തജനങ്ങളുടെ മുജ്ജന്മ സുഹൃതങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഭണ്ഡാരം വരവിനൊപ്പമെത്തുന്ന ചപ്പാരം ഭഗവതിയുടെ വാളുകൾ എഴുന്നള്ളിക്കപ്പെടും വരെ മുതലേരി വാൾ ഇക്കരെ കൊട്ടിയൂരിലെ ശ്രീകോവിലിൽ പ്രൗഢസ്ഥാനം അലങ്കരിക്കും. ഇനിയാണ് ഒരു ജനതയുടെ ജന്മപുണ്യമായ ചോതിവിളക്ക് തെളിയിക്കൽ. പരംജ്യോതിയായ ചോതിവിളക്ക് തെളിയിക്കുന്നത് കുറ്റ്യാടിയിലെ ചാതിയൂർ മഠത്തിൽ നിന്നും ആചാരമുറകൾ തെറ്റിക്കാതെ തൃക്കണ്ണിൽ അഗ്നി പേറുന്ന ശിവസന്നിധിയിലെത്തിക്കുന്ന അഗ്നി പകർന്നു വേണം ചോതിവിളക്ക് തെളിയിക്കാൻ. ഇനി നെയ്യാട്ടത്തിനുള്ള സമയമാണ്. അതിനായി നെയ്യമൃത സംഘം മന്ത്രധ്വനികളോടെ യാഗഭൂമിയിലേക്ക് പ്രവേശിക്കും. നെയ്യാട്ടത്തിനായി ചോതി പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തിയ ദിവ്യമായ മണിത്തറയിലെ അതിദിവ്യമായ ശിവലിംഗത്തെ 11 മാസം നെയ്യോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കാത്തുപോന്ന അഷ്ടബന്ധ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ചടങ്ങിന് നാളം തുറക്കലെന്നാണ് വിളിപ്പേര്. വൈദ്യശാസ്ത്ര ശസ്ത്രങ്ങൾക്ക് നൽകാനാവാത്ത ആശ്വാസം തരുന്ന അഷ്ടബന്ധത്തിന്റെ പെരുമ കേട്ടും അനുഭവിച്ചുമറിഞ്ഞവർ പ്രാർത്ഥനാ നിർഭരമായ പ്രതീക്ഷയോടെ അവിടെ അഞ്ജലിബദ്ധരായി നിൽപ്പുണ്ടാവും. നാളം തുറക്കലിന് ശേഷം ഉഷാ കാമ്പ്രം നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നെയ്യാട്ടം നടക്കും. വില്ലിപ്പാലം വലിയ കുറുപ്പിന്റെ കലശത്തിലെ നെയ്യഭിഷേകത്തോടെ ആരംഭിക്കുന്ന നെയ്യാട്ടം തൃക്കപ്പാലം മഠക്കാരുടെ നെയ്യാട്ടത്തോടെ അവസാനിക്കും. നെയ്യാട്ടത്തിന് ശേഷമാണ് ഭണ്ഡാരം എഴുന്നള്ളിപ്പ്. ഉത്സവ ആവശ്യത്തിനുള്ള സ്വർണം, വെള്ളിപ്പാത്രങ്ങളും ഭണ്ഡാരങ്ങളും തിരുവാഭരണങ്ങളും ചപ്പാരം ഭഗവതിയുടെ വാളുകളും വാദ്യഘോഷത്തോടെ കരിമ്പന ഗോപുരത്തിൽ നിന്നും എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത്. അമ്മാറക്കല്ലിൽ നാം കാണുന്ന പെരുങ്കുടയും ക്ഷേത്ര ആവശ്യത്തിനുള്ള മറ്റ് കുടകളും നിർമ്മിച്ച് കണിയ സമുദായക്കാർ എഴുന്നള്ളിച്ചെത്തിക്കുന്നതാണ് കുടയെഴുന്നള്ളത്ത്. ഭണ്ഡാര എഴുന്നള്ളത്തിനോടൊപ്പമാണ് ഇക്കരെ കൊട്ടിയൂരിൽ സൂക്ഷിച്ചിരിക്കുന്ന തിടമ്പുകളും മുതലേരി വാളും സ്ഥാനികരുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ അക്കര സന്നിധാനത്തിലേക്ക് അർദ്ധരാത്രിയോടെ പ്രവേശിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊട്ടിയൂരിലെ ചടങ്ങുകൾ ജ്യോതിശാസ്ത്ര വിധിപ്രകാരമുള്ള സമയ വ്യത്യാസത്തോടെയാണ് നടക്കുക.
ശിവേലി. ലോകമാതാവിന്റെയും ശ്രീപരമേശ്വരന്റെയും തിടമ്പുകൾ വഹിച്ച് ഗജവീരന്മാർ അലങ്കാരങ്ങൾ ഏതുമില്ലാതെ ഈ ക്ഷേത്രമില്ലാ ക്ഷേത്രം തിരുവഞ്ചിറയിലൂടെ വലം വയ്ക്കും. വഴികാട്ടാനെന്നവണ്ണം ദേവി മുന്നിലാണ് എന്നുമുണ്ടാവുക. ശിവേലിക്ക് ഏറ്റവും മുന്നിൽ ആയുധവുമായി വടക്കേടത്ത് നായന്മാർ നടക്കും. പിന്നിൽ യഥാക്രമം പാണി കൊട്ടുന്ന ഓച്ചർമാർ, സമുദായി, പന്തമേന്തുന്ന പന്തക്കിടാങ്ങൾ എന്നിവരുണ്ടാവും. ഏറ്റവും പിന്നിലാണ് ദേവിയെ പിന്തുടർന്ന് ശ്രീപരമേശ്വരൻ എഴുന്നള്ളുക. ഏറെ പ്രത്യേകതകളുണ്ട് അക്കരെ കൊട്ടിയൂരിലെ ചടങ്ങുകൾക്ക്. അതിലൊന്ന്, കയ്യാലകളിൽ എവിടെയും പാചകം ചെയ്യാൻ പാടില്ല എന്നതാണ്. ക്ഷേത്ര തിടപ്പള്ളിയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ അനുവദിക്കുകയുള്ളൂ. ഈ ഉത്സവ ദിനങ്ങൾ മുഴുവൻ പാചകം ചെയ്താലും ചാരം നീക്കാൻ അനുമതിയില്ലാത്ത തിടപ്പള്ളിയിലെ അടുപ്പുകളിൽ ഒരിക്കലും ചാരം നിറയാറില്ലെന്നത് ഭൗതിക ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത പ്രതിഭാസമാണ്. ഭസ്മപ്രിയനായ ഭഗവാൻ അതെടുത്ത് അണിയുന്നത് കൊണ്ടാവും ഒരുപക്ഷെ അവിടെ ഭസ്മം ബാക്കി കാണാത്തത്. ഇവിടുത്തെ അടുപ്പിൽ നിറയേണ്ട ചാരം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ അടുപ്പിലാണത്രേ കാണപ്പെട്ടത്. എല്ലാം ഒന്നെന്ന മഹാപാഠം പറയാതെ പറഞ്ഞു പഠിപ്പിക്കുന്ന കൊട്ടിയൂരിൽ തിരുവഞ്ചിറയുടെ കിഴക്ക് കൊട്ടേരിക്കാവും വനവാസികളുടെ ആരാധനാലയമായ മലോം ദേവസ്ഥാനവുമുണ്ട്. സപ്തമി നാളിൽ നടക്കുന്ന ഇളനീർ വെപ്പും അഷ്ടമി നാളിലെ ഇളനീരാട്ടവും ഈ ദേവഭൂമിയെ ജനസാഗരമാക്കും. ഈഴവ സമുദായ അംഗങ്ങളാണ് ദേവനാടാനുള്ള ഇളനീരുകൾ കാവുകളിൽ പേറി ഇവിടെ എത്തിക്കുന്നത്. ഒരു കാവിൽ ഇരുവശങ്ങളിലുമായി 6 ഇളനീരുകളാണ് ഉണ്ടാവുക. ജന്മസ്ഥാനികരായ എരുവട്ടി തണ്ടയാനും ആയിരത്തി തണ്ടയാനും ഇളനീരിനോടൊപ്പം എണ്ണയും എഴുന്നള്ളിച്ചാണെത്തുക. എരുവട്ടി തണ്ടയാനെ അനുഗമിച്ച് കിരാതമൂർത്തി കോലധാരിയായ അഞ്ഞൂറ്റാനുണ്ടാവും. ഏറ്റവും ഒടുവിൽ കൊട്ടിയൂരിലേക്ക് ഇളനീർ കാവേന്തി പുറപ്പെടുക തണ്ടയാനും സംഘവുമാണ്. ഇനി ഇളനീർ വെപ്പിനായി മന്ദംചേരിയിൽ ഓങ്കാരം മുഴക്കിയുള്ള കാത്തിരിപ്പാണ്. സ്ഥാനികൻ പട്ടും പോളയും വെള്ളിക്കിടാരത്തിലെ തീർത്ഥവും സമർപ്പിക്കുമ്പോഴാണ് ഇളനീർ വെപ്പിനുള്ള ദിവ്യമുഹൂർത്തം സമാഗതമാവുക. ഏറെ നാൾ നോറ്റ കഠിന വ്രതം സാക്ഷാത്കരിക്കപ്പെടുന്ന അലൗകിക മുഹൂർത്തം. ഇനി ഇളനീർക്കാവുകളുടെ സമർപ്പണമാണ്. ജന്മദുഃഖങ്ങളെ ഇളനീർക്കാവുകളിലേക്ക് ആവാഹിച്ച് ഭക്തർ ഹൃദയാന്തരാളത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്ന പ്രണവധ്വനികളോടെ അവ തിരുവഞ്ചിറയിൽ തന്റെ ഇഷ്ടമൂർത്തിക്ക് സമർപ്പിക്കും. സ്ഥാനത്തേക്ക് പ്രദക്ഷിണമായി വന്ന് സമർപ്പിക്കുകയാണ്. ആ കട്ടുംപോളയും സമർപ്പിച്ച നിശ്ചിതസ്ഥാനത്ത് 3 പ്രദക്ഷിണം ചെയ്ത് ഭക്തന്മാർ ഇളനീർ സമർപ്പിച്ച് ആ പുറഭണ്ഡാരം സ്ഥാപിച്ചിട്ടുള്ള അവിടെ കാണിക്കകൾ സമർപ്പിക്കുന്നു. ഭക്തന്മാരുടെ